ഹരി എല്ലാവർക്കും നമസ്കാരം. കുട്ടികളിൽ ഇത് കാണാം. എന്താണ് ബുദ്ധി വരാൻ തുടങ്ങുന്നത്? ബുദ്ധ അവഗമനെ, വേർതിരിച്ചറിയുന്നു പദാർത്ഥങ്ങളെ. ധിഷണ, ഇതൊന്നും ഉണ്ടായി ഇല്ലാതെയായതല്ല, ഇതെല്ലാം നമ്മുടെ കൂടെ ഉണ്ട് ഇപ്പോഴും. ഇതിലെ ആദ്യത്തേതാണ് നമ്മൾ പറയുന്നത്. ആദ്യ പടിയിൽ നമ്മൾ ഇതെല്ലാം എങ്ങനെയാണ് ചുറ്റുപാടുമായിട്ട് റെസ്പോണ്ട് ചെയ്തത് എന്നുള്ള ഇത് പറയാം. എങ്ങനെ പരിതസ്ഥിതികളോട് അത് പൊരുതി, അല്ലെങ്കിൽ സഹവർത്തിത്വത്തിൽ വർത്തിച്ചു, അതിലേക്ക് കടന്നു വന്നു ഓരോന്നോരോന്നായി. ഇതാണ് പറയുന്നത്. പിന്നെയുള്ളതോ ബുധ അവഗമനെ, അത് പദാർത്ഥങ്ങളെ ഓരോന്നിനെ അറിയുന്നു. ധിഷണ, ധിഷണ ദിശ പ്രാഗൽഭ്യേ. അപ്പോഴേക്കും പിന്നീട് ഈ ധിഷണയൊക്കെ നമ്മൾ അറിയണം കുട്ടികളിലെ. പ്രാഗൽഭ്യേ, അപ്പൊ ഇവൻ ഇതിൽ പ്രഗത്ഭനാവും. ചില കുട്ടികൾ കണ്ടിട്ടില്ലേ, ചിലതിൽ അവർക്ക് ഒരു പ്രത്യേക കഴിവ് വളരെ അനായാസേന സാധിക്കുന്നു. നമ്മൾ അത്ഭുതപ്പെടുന്നു. അപ്പൊ അവർക്ക് എന്ത് വേണം? ഇതുകൊണ്ട് ഇവൻ പ്രഗത്ഭനാവും. ഓരോ കുട്ടികൾ എന്തൊക്കെ ചെയ്യുന്നു, അത്ഭുതങ്ങൾ ഒന്നും നമ്മൾ പറയുന്നില്ല. നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഇന്ന് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നുണ്ട് പല 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 കുട്ടികളുടെ സ്കില്ല്. ഒരു വിദ്വാൻ എന്താ പറയാ, നമുക്കൊരാൾ അയച്ചു തന്നതാ. ഒരു പഴയതാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിലാണ്, മലപ്പുറം ജില്ലയിൽ അവിടെ എവിടെയോ ആണ്. ഒരു വലിയ മോട്ടോർ സൈക്കിളിന്റെ ടയർ. ഈ ടയറിന്റെ ഉള്ളിൽ ഇവൻ രണ്ട് കാലിങ്ങനെ പുറത്ത് വെച്ചിട്ട് ബാക്കി തലയും കൈയും ഒക്കെ ഉള്ളിലാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ടയറിന്റെ ഉള്ളിൽ ഇവൻ. എന്നിട്ട് ഇത് ഒരു ഇറക്കത്തിന് ഒരു ഉരുട്ടലാണ്. ഇവൻ ആ ടയർ ഉരുളുന്നതിനനുസരിച്ച് കാലുകൊണ്ടോ കൈ കൊണ്ടോ രണ്ടെണ്ണം മാത്രം പുറത്തുണ്ട്. ഇങ്ങനെ കട എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ ഒരു ബൈക്ക് പോണത് പോലെ പോവുക. എന്നിട്ട് അവിടെ പോയിട്ട് തിരിച്ചു വന്ന് ഈ കയറ്റം മൂപ്പര് കയറി. എന്താ പറയാ, ചെറിയ പിള്ളേരാണ്, നമ്മൾ പറയില്ലേ നാടൻ കുട്ടികളാണ്. അതെന്താണ്? ധിഷണയാണ്, അവന്റെ പ്രാഗൽഭ്യം. ഇത് വേറൊരാൾക്ക് സാധിക്കുമെന്ന് ചോദിച്ചാൽ സാധിക്കില്ല. അപ്പൊ ചിലത് ഇത് ചെറുപ്പത്തിൽ മാത്രമല്ല, ഈ ചെറുപ്പത്തിൽ തന്നെ ഇത് പ്രകടമാക്കും. അപ്പൊ അതിനെ നമ്മൾ തച്ചുടക്കരുത്. ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് കൊടുത്താൽ, കളിപ്പാട്ടങ്ങളൊക്കെ മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ചെറിയൊരു ഹെലികോപ്റ്റർ മേടിച്ചു കൊടുത്തു, അവന്റെ പണി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടുന്ന് പിച്ചാക്കത്തി, എന്താ പറയാ, നമ്മുടെ കത്തിയൊക്കെ എടുത്ത്, പിച്ചാത്തി എടുത്ത് ആ സ്ക്രൂ ഒക്കെ അഴിച്ച് അതിൻ്റെ ഉള്ളിൽ നോക്കി വീണ്ടും അതിനെ ഫിറ്റാക്കി, അല്ലെങ്കിൽ അതിന് വേറെ അഡീഷണൽ എന്തെങ്കിലും ഫിറ്റാക്കി ഉറപ്പിച്ചുള്ള ഇവനെ എഞ്ചിനീയറിംഗിൽ പറഞ്ഞയക്കുക. അതിന് വേണ്ടുന്ന വിധത്തിൽ അവനെ സജ്ജമാക്കുക. അപ്പൊ അവന് വീണ്ടും വീണ്ടും അഴിക്കാൻ പറ്റുന്നതും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പഴയ സാധനങ്ങളും ഒക്കെ മേടിച്ചു കൊടുക്കുക. നമ്മളെന്താ ചെയ്യുന്നത്? 4 അടി അങ്ങോട്ട് കൊടുക്കും. മേലിന് ഇത് എന്തെങ്കിലും അഴിക്കാൻ, ഉള്ളിലുള്ളത് അഴിക്കാൻ നിന്നാല് എന്ന് പറഞ്ഞു. അതോടുകൂടി അവന്റെ എഞ്ചിനീയറിംഗ് അവസാനിച്ചു. പിന്നെ വലുതാവുമ്പോൾ ഇവനെ എഞ്ചിനീയറിംഗിൽ വിട്ടാൽ എങ്ങനെ നേരെയാവാനാ? അപ്പം ചെറുപ്പത്തിൽ തന്നെ ഉണ്ടത്. എന്ത് തുടങ്ങും? ധിഷണ. അതിൽ അവൻ എന്താകും? ഏതുകൊണ്ട് പ്രാഗൽഭ്യത്തെ കൈവരിക്കുന്നത്? അതാണത് ധിഷണ. അതും നമ്മൾ ഒന്ന് കാണുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ പ്രകടമാകുന്നതാണ്. മറ്റൊരു സാധ്യതയിലേക്ക്, അതുകൊണ്ട് മറ്റൊരു സാധ്യതയിലേക്ക് നമ്മളെ നയിക്കുകയാണത്. ചിലരിൽ അതുണ്ടാവും, ചിലരിൽ അതില്ല. അതാണ് ഈ പാഴ്വസ്തുക്കളിൽ നിന്നൊക്കെ ഓരോരുത്തർ ഓരോന്നൊക്കെ ചെയ്യുന്നത്. ആറാമത്തത് ധീ. ധീ എന്ന് പറഞ്ഞാൽ ധ്യൈ ചിന്തായാം, ധ്യാനിക്കുന്നത്. ആവർത്തിച്ച് ഗീതയിൽ 2-ാം അധ്യായത്തിൽ വരുമല്ലോ, ധ്യായതോ വിഷയാൻ പുംസഹ. വിഷയങ്ങളെ ഓരോന്നിനെ ധ്യാനിക്കുന്നു. അതിനെ എങ്ങനെയാണ് നേടേണ്ടത് ഇത്യാദി കാര്യങ്ങളൊക്കെ. പ്രജ്ഞ. പ്രജ്ഞ എന്ന് പറഞ്ഞാൽ അവബോധനെ. ഇത് ഈ അറിവിന്റെ ഒരു പ്രകൃഷ്ടമായ, നന്നായി ഉറയ്ക്കുന്ന ഒന്നാണ്.
പ്രജ്ഞ. അത് ഇതാണ് നമ്മുടെ വേദത്തിൽ പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറയുന്നത്. നല്ല ഉറപ്പുറ്റതാണ് പ്രജ്ഞ. അതിൽ മാറ്റമൊന്നുമില്ല, തട്ടിപ്പാക്കാൻ പറ്റില്ല എന്ന് പറയും. കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ അത് ചിലപ്പോൾ കുട്ടികളെ ഉണ്ടല്ലോ, ഈ കരയുമ്പോഴൊക്കെ വേറെ ആരെങ്കിലുമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ടേക്ക് ആക്കി വെച്ച് ഇങ്ങനെ അടിക്കും. പക്ഷെ അതിനറിയണം, തല അത് മാറ്റിയിട്ട് ഈ ആളെ നോക്കണം, ആരാ ഇത് എന്നെ ചെയ്യുന്നതെന്ന്. അത് ഈ അമ്മമ്മയ്ക്ക് അവർക്കൊക്കെ അറിയാം, ഇത് എന്നെ കണ്ടാൽ ഇവൻ കരച്ചിൽ കൂട്ടും, എൻ്റെ അമ്മയെ ആണ് വേണ്ടത്. പക്ഷെ അത് അനുവദിക്കാതെ ഇങ്ങനെ ഇട്ട് തട്ടിക്കൊടുക്കും. ചിലപ്പോൾ അത് അങ്ങോട്ട് ഉറങ്ങിപ്പോവും. പക്ഷെ എന്നാലും ഇവൻ എടുത്തിട്ട് ഇത് ആരാണ് എന്ന് നോക്കുന്നതോടുകൂടി മൂപ്പര് കരച്ചിൽ ഉറക്കും. അതെന്താണ്? ഇവർക്ക് നല്ല ഉറപ്പുണ്ട്, ഇതെൻ്റെ അമ്മയല്ല എന്നതുപോലെ. അത് ഉറക്കുന്നത് ആദ്യം എപ്പോഴാണ്? ഈ പ്രജ്ഞ, ഉറപ്പുറ്റ ജ്ഞാനം, ഇളകാത്ത ജ്ഞാനം. മറ്റതിൽ കൺഫ്യൂഷൻ ഉണ്ട്. എന്താണ്? ഇളകാത്ത അവസ്ഥയാണത് പ്രജ്ഞ. ഈ പ്രജ്ഞയ്ക്ക് സമാനമായിട്ടുള്ള ശബ്ദങ്ങളാണ് പ്രജ്ഞയോട് ചേർന്ന് നിൽക്കുന്നത് തന്നെയാണ് പ്രജ്ഞയുടെ പര്യായങ്ങളായിട്ട് പറയപ്പെടുന്നുണ്ട്. എന്തൊക്കെയാണെന്നറിയോ? ശ്രദ്ധ, ധര, ജ്ഞപ്തി, സംവേദനം. ഇതൊക്കെ പ്രജ്ഞയെ കുറിച്ച് പറയുന്നതാണ്. ശ്രദ്ധയെ നമ്മൾ പഠിച്ചല്ലോ ശ്രദ്ധ എന്താന്ന്. പിന്നെ ശേമുഷി, മുഷസ്തേയെ, മോഹത്തെ കളയുന്നത് ശേമുഷി. എന്തെങ്കിലുമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ചില മെസ്സേജുകളൊക്കെ വരുമല്ലോ. ഇപ്പം എന്താണ്? നിങ്ങൾക്ക് ഇന്നത് അടിച്ചിരിക്കുന്നു, ലോട്ടറി അടിച്ചിട്ടുണ്ട്, നിങ്ങൾ അവിടുന്ന് ഇന്നത് മേടിച്ചപ്പോൾ നിങ്ങളുടെ പേരിൽ ഒരു നറുക്ക് കിട്ടിയിട്ടുണ്ട്, ഒരു കാറാണ്. അത് നിങ്ങൾക്ക് ഡെലിവറി തരണമെങ്കിൽ നിങ്ങൾ അഡ്രസ്സൊക്കെ തരിക. കൂട്ടത്തിലൊരു ഈ കാറിൻ്റെ ഏതോ കാശോ കാര്യങ്ങളോ ഒന്നും വേണ്ട, ചെറിയൊരു പേയ്മെന്റ് ഇതുണ്ടാവും. അത് ഇതിൻ്റെ എന്ന സംഗതിയാണ്. അത് ഒരു 3275 രൂപ ആണ് അതിൻ്റെ ഫീസ്. അപ്പം അത് നിങ്ങൾ ഈ അക്കൗണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരും. പിന്നെ രജിസ്ട്രേഷനൊക്കെ നിങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ ഈ 3725 എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് കറക്റ്റാണെന്ന് പറഞ്ഞ് അതങ്ങോട്ട് കൊടുക്കും. ഇവർക്ക് ആകെ ആവശ്യമുള്ളത് അതാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ 3725 അല്ല 325 ഞാൻ കൊടുക്കൂല എന്ന് ഇത് കാണുമ്പോൾ തന്നെ ഇത് തട്ടിപ്പാണ് വെട്ടിപ്പാണ് എന്ന് അറിയാനുള്ള ശേഷിയെയാണ് എന്ത് പറയണത്? ശേമുഷി. മോഹങ്ങളെയൊക്കെ കളയുക. എങ്ങനെയുള്ള പല സംഗതികളും വരുമ്പം ശേമുഷി, മുഷസ്തേയെ, മോഹത്തെ കളയുന്നത്. അപ്പൊ എപ്പോഴാണ് നമ്മൾ അതിൽ വീണു പോണത്? ഈ ശേമുഷി ഇല്ലാത്ത അവസ്ഥയിൽ. പല വിധത്തിലുള്ള ഓഫറുകളുണ്ട്. മതി എന്ന് പറഞ്ഞാൽ എന്താണ്? മതിജ്ഞാനെ, അറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അറിഞ്ഞതിൽ നിന്നുള്ളതാണ്. മതിയുടെ സമാന ശബ്ദമാണ് മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം. അറിഞ്ഞ ഒരു കാര്യത്തിൽ തൻ്റെതായിട്ടുള്ള ഒരു ഒപ്പീനിയനാണത്. അതാണ് മതി. 10ാമത്തേത് പ്രേക്ഷ. അതായത് പ്രേക്ഷ എന്ന് പറയുമ്പം പ്രകൃഷ്ടമായ ജ്ഞാനം. പ്രേക്ഷയിൽ നിന്നാണ് പ്രേക്ഷകൻ ഉണ്ടാകുന്നത്. ഞാൻ പ്രേക്ഷകനാണെങ്കിൽ എല്ലാവരും പ്രേക്ഷകനായിക്കൊള്ളുന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ കഥകളിയുടെ കാര്യം പറയുള്ളൂ. കഥകളിയുടെ ശരിയായ പ്രേക്ഷകൻ ആരാണ്? കഥകളിയുടെ മുദ്രകളും കഥകളി പദങ്ങളും എല്ലാം അറിയുന്നവനാണ് അതിൻ്റെ പ്രേക്ഷകൻ. അല്ലാത്തവൻ വെറുതെ ഒരു കാഴ്ചക്കാരനാണ്. കാഴ്ചക്കാരൻ വേറെ, പ്രേക്ഷകൻ വേറെ. അവൻ ഇതിൽ നന്നായിട്ട് അതിൽ അറിയുന്നവനാണ്. അതാണ് പ്രേക്ഷ. പിന്നെ ഉപലബ്ധി, 11ാമത്തത്. ഉപലബ്ധി എന്ന് പറഞ്ഞാൽ പദാർത്ഥങ്ങളെ വഴി പോലെ അറിയലിനാണ് ഉപലബ്ധി എന്ന് പറയുക. ഓരോന്നും ഇന്നതാണ് ഉപലബ്ധി. പിന്നെ പ്രതിപത്,
പ്രതിപജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ചയിൽ സമാനമാണെങ്കിലും, ചിലതൊക്കെ അങ്ങനെയുണ്ട്, കാഴ്ചയിൽ സമാനമാണെങ്കിലും പക്ഷേ ഈ ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് ഇതിനെ വേർതിരിച്ചറിയാനുള്ള ജ്ഞാനം, അതാണ് എളുപ്പത്തിൽ പറഞ്ഞാൽ പ്രതിപജ്ഞാനം. മുക്ക് പണ്ടമേത് സ്വർണമേത്, ഫേക്ക് നോട്ട് ഏതാണ് നല്ല നോട്ട് ഏതാണ്, മരത്തിൽ എല്ലാറ്റിലും ആ ഒറിജിനലിനെ കണ്ടെത്താനുള്ള പ്രതിപജ്ഞാനം. ചിലർക്ക് ഒരു കാര്യത്തിലായിരിക്കാം, ചിലരെ സംബന്ധിച്ച് പലതിലും അവർക്കത് ഉണ്ടാകാം. ചിലരൊക്കെ കടിച്ചു നോക്കിയിട്ട് പറയും ഇത് സ്വർണ്ണാണോ അല്ലേ. പ്രതിഭ. ചേതന, ഈ ചേതനയാണ്, ചേതനയിൽ നിന്നാണ് എന്താണ് ജ്ഞാനം ഇതെല്ലാം പോയി ഇരിക്കുന്നത് ചേതനയിലാണ്. പറയാറ് ഈ അൽഷിമേഴ്സ് വരുന്നത് ഈ ചേതന ഇല്ലാതെയാവുമ്പോഴാണ്. അപ്പൊ എന്താണെന്നറിയോ, ഓർമ്മകളെല്ലാം നഷ്ടപ്പെടും. ഈ പ്രായം ആകുന്ന സമയത്ത് ഇതൊക്കെ നഷ്ടപ്പെടും. ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ചികിത്സാ വിധികളൊക്കെ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. ചേതനയ്ക്ക് വേണ്ടി നെയ്യൊക്കെ അതിലൊരു ചില പ്രത്യേക രൂപത്തിൽ തയ്യാറാക്കുന്ന നെയ്യൊക്കെ അതിൻ്റെ ഇതിനെ ഉദ്ദീപിപ്പിക്കുന്നതാണ്. ചേതന. മേധ, മേതൃസംഗതേന, മേധ ഇതിൻ്റെ എല്ലാം മീറ്റിംഗ് പോയിന്റാണ് മേധ. ഏതിൻ്റെ? ധീയുടേതാണെങ്കിൽ എല്ലാറ്റിൻ്റെയും നമ്മൾ ഈ റെസിസ്റ്റൻസ് കണ്ടൻസർ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഐ സി എന്ന് പറയും. അതെ ഐ സി ആണത്. നമ്മുടെ ഐ സി അടിച്ചു പോവുക, മേധ അടിച്ചു പോവല്ല. അതിന്ന് ഇങ്ങനെ കണക്ഷൻ ലിങ്ക് പോയത് കാണാം. മേതൃസംഗതേ എല്ലാം അതിൽ വന്നു ചേരുന്നു. പിന്നെയുള്ളതാണ് സങ്കല്പം. എനിക്കൊരു സങ്കല്പം ഉണ്ട് എന്ന് പറയില്ലേ, സങ്കല്പം. എന്താണ്? മനോവ്യാപാര വിശേഷ, മനസ്സിന്റെ വിശേഷപ്പെട്ട വ്യാപാരമാണ് സങ്കല്പം. അമ്മയ്ക്ക് അത് ചെയ്തു കൊടുക്കണം, അച്ഛന് ഇത് ചെയ്തു കൊടുക്കണം, മകന് ചെയ്യണം, മകൾക്ക്, ഭാര്യയ്ക്ക്, നാട്ടുകാർക്ക്, അവർക്ക് സങ്കല്പം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എൻ്റെ മകളുടെ കല്യാണത്തിന് മാറ്റി വെച്ച തുക ഞാൻ എൻ്റെ സങ്കല്പമാണ്. അങ്ങനെ ഓരോരുത്തരും ഓരോന്നും. അതെന്താണ്? മനസ്സിലെ മനോവ്യാപാര വിശേഷമാണ്. ചിലരെ സംബന്ധിച്ച് സങ്കല്പമില്ല. ഇതിൽ പറയുന്ന 40 പറയുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടത് യമധർമ്മൻ തന്നെ പറയുന്നുണ്ട്. ഇതൊക്കെ ഇല്ലാണ്ടാവുന്നു. എന്താ? ആശ, പ്രതീക്ഷ, സംഗതം, സൂനൃതം, ഇഷ്ട, പൂർത്തേ, പുത്ര, പശൂൻ സർവാന്. സങ്കല്പം.